ഈ സഭാരാധനയിൽ മഹത്വപ്പെടുമാറാകട്ടെ. മലബാർ ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ ഈ സിൽവർ ജൂബിലി സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുക്കുവാനും കർത്താവിൻ്റെ വചനം സംസാരിക്കുവാനും പ്രത്യേകിച്ച് ഈ ദിവസം സഭാരാധനയിൽ ഒരല്പസമയം ദൈവവചനത്തിനു വേണ്ടി ലഭിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രിവിലേജായിട്ട് ഞാൻ കണക്കാക്കുന്നു. പ്രത്യേകാൽ കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ വി ടി എബ്രഹാം എൻ്റെ ശുശ്രൂഷയുടെ നാളുകളിൽ ഇതുവരെ ഏറ്റവും സ്നേഹിക്കുകയും പിതൃതുല്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഓർക്കുമ്പോൾ എന്നെ ഫോൺ ചെയ്യുകയും അങ്ങനെ അഭേദ്യമായിട്ടുള്ള കർത്താവിൻ്റെ ദാസൻ്റെ പ്രോത്സാഹനങ്ങൾ, സ്നേഹബന്ധം ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുവാനായി അവരെടുത്ത തീരുമാനത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇവിടെ കർത്താവിൻ്റെ വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ മോനിസ് ജോർജ്, ഇവിടെ സംഗീത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ ഡോക്ടർ ബ്ലെസൻ മേമന, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ദൈവവചനം കൊണ്ടുവന്ന എല്ലാവരും ബൈബിൾ കയ്യിലൊന്നെടുക്കാമോ? എല്ലാവരും ദൈവവചനം കയ്യിലുള്ള എല്ലാവരും ബൈബിൾ ഒന്നെടുക്കാമോ? ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ പറയുന്ന വാക്കുകൾ എന്നോട് ചേർന്ന് പറയണം. ദൈവവചനത്തിനായി സ്തോത്രം, വിശുദ്ധ തിരുവചനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് എന്നോട് സംസാരിക്കണമേ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് കുറിവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യഭാഗം. ആ ഭാഗത്തേക്ക് എല്ലാവരും ബൈബിൾ തുറന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവരായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഈ സഭാരാധനയെ പറ്റി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്തപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായി ഈ വാക്യഭാഗം എൻ്റെ ഉള്ളിൽ ഒരു വലിയ ഭാരമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ ഞാൻ വന്നു പോകുന്നു, ശുശ്രൂഷിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഈ വാക്യഭാഗം ഞായറാഴ്ച ദിവസം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുവാനുള്ള ആ തിടുക്കത്തിലാണ് ഈ കാലിക്കറ്റിൽ വന്നിറങ്ങിയ നിമിഷം മുതൽ ഞാനായിരുന്നത്. ഒരു വലിയ കോൺഫറൻസ് നടക്കുമ്പോൾ, ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ കോൺഫറൻസ് ആണെങ്കിൽ ആ കോൺഫറൻസിന്റെ അധ്യക്ഷൻ പറയുക എന്ന് വിചാരിക്കുക, those who came from Silicon Valley get up എന്ന് പറഞ്ഞാൽ, സിലിക്കൺ വാലിയിൽ താമസിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കും, ആരെങ്കിലും ഉണ്ടോ സിലിക്കൺ വാലിയിൽ നിന്ന്. ലോകത്തിലെ തന്നെ അറിയപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സിലിക്കൺ വാലി. അവിടെ താമസിക്കുന്നവർ ടെക് ജയൻസ് ആണ്. കമ്പ്യൂട്ടർപരമായി ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന, ഏറ്റവും ഫിനാൻഷ്യലി വെൽ ടു ഡു ആയവർ താമസിക്കുന്ന സിലിക്കൺ വാലിയിലുള്ളവരെ കാണാൻ ആൾക്കാർ തിരിഞ്ഞു നോക്കും. അല്ല, ഇന്ത്യയിൽ നടക്കുന്ന ഒരു കോൺഫറൻസ് ആണെങ്കിൽ അവിടെയുള്ള അധ്യക്ഷൻ പറയുകയാണ്, those who are from മലബാർ ഹിൽ get up എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരിഞ്ഞു നോക്കും. മലബാർ ഹില്ലിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഏതായി മലബാർ ഹില്ല്? മുംബൈയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് മലബാർ ഹിൽ. ഏറ്റവും ഉന്നതമായിട്ടുള്ള സമ്പന്നർ, കോടീശ്വരന്മാർ താമസിക്കുന്ന മലബാർ ഹില്ലിൽ ആരെല്ലാം താമസിക്കുന്നുണ്ടോ എന്ന് കാണാൻ ആൾക്കാർ നോക്കും. ഇവിടെ എന്നെ ചിന്തിപ്പിക്കുന്ന ആദ്യ വാക്ക് ഒരു പ്രാവശ്യം കൂടെ ബൈബിളിൽ നോക്കിയേ. 2 പുരുഷന്മാരെന്ന് പറയുന്നത് ദൂതന്മാരാ എന്നാണ് പൊതുവെ കരുതുന്നത് വേദശാസ്ത്രജ്ഞന്മാരെല്ലാവരും തന്നെ. അവിടെ ഇങ്ങനെയാ പറയുന്നത്, ഗലീല പുരുഷന്മാരെ. എന്താ ഈ ഗലീലയ്ക്ക് വലിയ പ്രശസ്തി ഉള്ളത്? ഇത് സിലിക്കൺ വാലി പോലെയോ മലബാർ ഹില്ല് പോലെയോ പ്രശസ്തമായ ഒരു സ്ഥലമാണോ ഗലീല പുരുഷന്മാരെ? ചരിത്രം പറയുമ്പോൾ ഈ ഗലീലയെ കുറിച്ച് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യം അവിടെയുള്ള സീ ഓഫ് ഗലീലിയാണ്. ഗലീല കടലാണ്. 13 മൈൽ നീളവും 8 മൈൽ വീതിയും 150 അടി ആഴവുമുള്ള ഒരു ചെറിയ സ്ട്രിപ്പാണ് ഈ ഗലീല കടൽ എന്ന് പറയുന്നത്.
വാസ്തവത്തിൽ ലൂക്കോസ് അതിനെ കടലെന്ന് പോലും വിളിച്ചില്ല, തടാകം എന്നാണ് വിളിച്ചത്. ഗലീല എന്ന മനസ്സിൽ വരുമ്പോഴേ സാധാരണ ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് ആ ഒരു സ്ട്രിപ്പ്, ആ ഒരു കടൽ. ഈ കടലിന് ചുറ്റുമായിട്ട് ഏകദേശം 9 പട്ടണങ്ങൾ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചില പട്ടണങ്ങളുടെ പേരാണ്. ഖഫർനഹൂം ഉണ്ട്, ബെത്സൈദ അവിടെയുണ്ട്, നസറേത്ത് അവിടെയുണ്ട്. ഇങ്ങനെ 9 പട്ടണങ്ങളാൽ ചുറ്റിത്തിരിഞ്ഞിരിക്കുന്ന ഈ ഗലീല, എന്താ ഇവിടെ ദൂതന്മാര് വിളിക്കുന്നത്? ഗലീല പുരുഷന്മാരെ. എന്താ ഇതിന്റെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഈ ഗലീലയ്ക്ക്? കടലിനും 9 ടൗണുകൾക്കും പുറമെ അതിന്റെ ഒന്നാമത്തെ ടൗൺ എന്നറിയപ്പെടുന്നത് ടൈബീരിയസ്. റോമൻ എംപറർ ആയിരുന്ന ടൈബീരിയസിന്റെ പേരിൽ ഇട്ടിരിക്കുന്ന ഒരു പട്ടണമാണ് ടൈബീരിയസ്. അവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ പൊതുവെ നോക്കിയാൽ ഈ ഗലീല 9 പട്ടണങ്ങൾ എന്ന് പറയുന്നത്, ഇങ്ങനെയാ ചരിത്രകാരന്മാർ ജോസിഫസ് ഉൾപ്പെടെ വിളിച്ചിരിക്കുന്നത്. ദിസ് ഇസ് മിക്സ്ഡ് ലാംഗ്വേജ്, മിക്സ്ഡ് പീപ്പിൾ. കുറെ റോമ കോളനി ആയതുകൊണ്ട് റോമാക്കാരെ പാർപ്പിച്ചിട്ടുണ്ട്, കുറച്ച് യഹൂദന്മാർ അവിടെ ഉണ്ട്. ഇത് വടക്ക് സ്ഥലമാണ്, പലസ്തീന്റെ വടക്കുള്ള ഒരു ചെറിയ വട്ടമാണ് ഈ ഗലീലി എന്ന് പറയുന്നത്. അവിടെ ഉള്ളവരെ, പ്രത്യേകിച്ച് തെക്കുകാർക്ക്, സൗത്തിലുള്ള ജുഡിയൻസിന് യെരുശലേമും ബെത്ലഹേമും ഒക്കെ സ്ഥിതി ചെയ്യുന്നവർ മേളിലോട്ട് നോക്കി പറയും, അയ്യോ ഗലീല, നമുക്കൊരിക്കലും അങ്ങോട്ടെങ്ങും പോകണ്ട വരരുതേ. മിദ്രാസിൽ ഇങ്ങനെയാ എഴുതി വെച്ചിരിക്കുന്നത്, ഒരു യഹൂദ പുരുഷനെ സംബന്ധിച്ച് ഡോണ്ട് മാരി എ ഗേൾ ഫ്രം ഗാലിലി എഴുതി വെച്ചിരിക്കുക മിദ്രാസിൽ. അത് മാത്രമല്ല, ഇങ്ങനെയാ എഴുതി വെച്ചിരിക്കുന്നത്, ഡോണ്ട് ഗീവ് എ പേഴ്സൺ ഫ്രം ഗാലിലി ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ ദ സിനഗോഗ്. സിനഗോഗിൽ വചനം വായിക്കുവാനായി ഈ വടക്കേ ഗലീലയിലുള്ളവൻ അവസരം കൊടുക്കരുത്. കാരണം അവൻ നാക്ക് പിഴയ്ക്കുന്നവനും അവന്റെ ആക്സന്റ് ശരിയല്ലാത്തവനും അവന്റെ സ്ലാങ് ശരിയല്ലാത്തവനും ജെന്റൈൽസുമായി ഉട്ടുമുരുമി നടക്കുന്ന, ഒരു വിശുദ്ധിയില്ലാത്ത, പ്യൂരിറ്റി ഇല്ലാത്ത ഈ ഗലീല ഈ യേശുവിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ ശിഷ്യന്മാരുടെ മനസ്സിൽ ഒരു കാര്യം മനസ്സിലായി. എന്തോ മനസ്സിലായെന്നറിയാമോ? അവര് പറഞ്ഞു കാണും, പ്രൈവറ്റായിട്ടൊക്കെ പറഞ്ഞു കാണും, പാസ്റ്റർ ജീസസ്, യേശുവേ, നമ്മുടെ ചർച്ച് വളരാനുള്ള പ്രധാന തടസ്സം എന്ന് പറയുന്നത് നമ്മൾ കുറ്റിയടിച്ചിരിക്കുന്നത് കവർന്നവുമിലാണ്. ഈ മനുഷ്യരെല്ലാം നമ്മളെ നോക്കി നമ്മുടെ ചർച്ചിൽ ഒരാൾ പോലും വരത്തില്ല, നമ്മുടെ ഭാഷയാകട്ടെ, നമ്മുടെ നിലവാരമാകട്ടെ, ഇത് നമുക്ക് എങ്ങനെങ്കിലും ഒന്ന് മാറ്റണമെന്ന് അവരാദ്യമേ ചിന്തിച്ചു കാണും. കാരണം നിങ്ങൾക്കറിയാമല്ലോ, യേശുവിന്റെ അടുക്ക നഥനിയേൽ വന്നപ്പോൾ യോഹന്നാൻ 1:46 നഥനിയേൽ ഇങ്ങനെയല്ലേ പറഞ്ഞത്? നമ്മളെ പോലെ സഭാ വളർച്ച ഉണ്ടാകാൻ വേണ്ടി അവർ ഓരോരുത്തർ പോയി വിളിച്ചോണ്ട് വരിക ആൾക്കാരെ. അന്ത്രയോസ് പോയി വിളിച്ചോണ്ട് വരിക, ഫിലിപ്പ് പോയി വിളിച്ചോണ്ട് വരിക, നഥനിയേലിനെ വിളിച്ചോണ്ട് വന്നപ്പം നഥനിയേലിന് ആദ്യം പറയാനുള്ളത് ഇങ്ങനെയാണ്. 1:46 നഥനിയേൽ അവനോട്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസ്രത്ത് ഒരു പട്ടണമാണ്, ഈ ഗലീലയിലെ ഒരു പട്ടണമാണ്. ഇതാണ് മനുഷ്യന് പൊതുവെയുള്ള ധാരണ, ഒരു നന്മയും വരാത്ത. അത് മാത്രമല്ല, 7-ാം അധ്യായം 41-ാം വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, വേറെ ചിലർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവൻ ക്രിസ്തു തന്നെ എന്നും മറ്റു ചിലർ ഗലീലയിൽ നിന്നോ, ക്രിസ്തു വരുന്നത് ഗാലിലിയിൽ നിന്നോ, അവിടുന്ന് വിവാഹം പോലും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അവിടെ ഉള്ളവർക്ക് ബൈബിൾ പോലും വായിക്കാൻ അറിയാത്തവരല്ലേ? അവരെല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് താമസിക്കുന്ന, ഒരു ഭാഷയുടെ പ്യൂരിറ്റി പോലും ഇല്ലാത്ത അവിടുന്നാണോ ക്രിസ്തു വരുന്നത്? ചുമ്മാ വേറെ വല്ലം പറ. നമ്മുടെ സഭയൊന്നും വളരാൻ പോകുന്നില്ല. ഈ നസ്രയത്തിൽ കിടക്കുന്നിടത്തോളം കാലം, ഈ കഫർനഹൂമിൽ കിടക്കുന്നിടത്തോളം കാലം, നസ്രയത്തുകാരനാണ് യേശു എന്നുള്ള അഡ്രസ് ഉള്ളിടത്തോളം കാലം ഇത് വളരാൻ പോകുന്നില്ല. എന്നെ ചിന്തിപ്പിക്കുന്നത്, when God came in human flesh, ദൈവത്തിന്റെ ആ യേശുവിന്റെ വിസിറ്റിംഗ് കാർഡ് പരിശോധിച്ചാൽ എ ഗാലിലിയൻ. ഇന്നറിയാമല്ലോ, വിസയുടെ പവർ ചിലരെങ്കിലും എയർപോർട്ടുകളിൽ വെച്ച് കാണിക്കും. ചില വിസയ്ക്ക്, ചില പാസ്പോർട്ടിന്, ആ പാസ്പോർട്ടിൽ നടന്നു പോകുമ്പോൾ നമ്മുടെ ആ ലൈനിൽ നിൽക്കുമ്പോൾ തന്നെ അവരുടെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ടിന്റെ കളറൊക്കെ അവർ പ്രദർശിപ്പിക്കും. കാരണം ചില കൺട്രീസിലൊക്കെ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാം. ആ ഒരു പാസ്പോർട്ടിന്റെ പവറാണ്. ഇവിടെ ജീസസിന്റെ കയ്യിൽ ഒരു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ, ജീസസിന്റെ കയ്യിൽ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടെങ്കിൽ, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഗാലിലി, ടൗൺ, നസറത്ത്. ഇതെങ്ങനെങ്കിലും ഒന്ന് മാറ്റണം. അല്ല, നമ്മള് ചിന്തിക്കത്തില്ലേ, സാധാരണ
ഞങ്ങളുടെ നാട്ടിൽ അത് വളരെ കോമൺ ആണ്, ഇവിടെയും ചിലപ്പോൾ കാണും. കല്യാണ ദിവസമൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയും നമ്മുടെ വീടും ഒന്നും പോരാതെ ചിലരെങ്കിലും 10,000, 10,000, 15,000, 20,000 ഒക്കെ രൂപ കൊടുത്ത് ഒരു ഓഡി കാറോ ഒരു ബെൻസ് കാറോ ഒരു BMW ഒക്കെ എടുത്ത് ആ വരവ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്കാരെല്ലാം ഇരുന്നെടുക്കുന്നു, നിന്നെടുക്കുന്നു. നാട്ടുകാർ മാറി എന്ന് പറയോ, ഇത് എവിടുന്ന് ഒപ്പിച്ച കാറാണോ, ഇത് ഇനിയും കടമാണോ? എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഐഡന്റിറ്റി എനിക്കൊന്ന് മാറ്റണം. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന മാരുതി 800 കല്യാണത്തിന് പോയാൽ ആരും വില കൽപ്പിക്കത്തില്ല. അതുകൊണ്ട് ഈ 15,000 രൂപ മുടക്കി ഈ വീഡിയോ എല്ലാം മുടക്കി ഒന്ന് വന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ഐഡന്റിറ്റി മാറി എന്നുള്ള കാര്യം അല്ല. ഐഡന്റിറ്റി മാറുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? ചിലർക്ക് അധികാരം കിട്ടുമ്പോൾ, ചിലർ വിദേശത്തൊന്ന് പോയിട്ട് വന്നാൽ മതി, പിന്നെ കാണാത്ത പോലൊക്കെ പെരുമാറിക്കളയും. ഇങ്ങനെ ഈ വഴി വരുന്നു കഴിയുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, പിന്നെ അങ്ങോട്ട് പോയി ചോദിക്കണം, അച്ഛാ ഞങ്ങളെയൊക്കെ അറിയത്തില്ലേ? കണ്ടില്ലായിരുന്നു കേട്ടോ, കണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഐഡന്റിറ്റി ഒന്ന് മാറ്റി ഞാൻ വേറൊരാളാകാനുള്ളൊരു ശ്രമം. എന്നെ കേൾക്കുന്ന മലബാറിലുള്ള പ്രിയ ദൈവമക്കളെ, വിശ്വാസി സമൂഹമേ, നമ്മുടെ ഒക്കെയും അകത്ത് കാണും ചില പരാധീനതകൾ, ചില പിന്നോക്കങ്ങൾ. അവിടെ നിന്നും ഞാൻ വരുന്നത് കൊണ്ട്, എൻ്റെ അഡ്രസ് അതായി പോയത് കൊണ്ട് വിപ്ലവകരമായ ഒന്നും എന്നിലൂടെ നടക്കുകയില്ല എന്നൊരു തെറ്റിദ്ധാരണ നമ്മളിൽ കയറാൻ സാധ്യതയുണ്ട്. എന്നെ ചിന്തിപ്പിക്കുന്നത് 3 വർഷം യേശുവിൻ്റെ കൂടെ നടന്നു, ശരിയാ. അതെല്ലാം കഴിഞ്ഞിട്ട്, ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട്, സ്വർഗാരോഹണം കഴിഞ്ഞിട്ടും തെറ്റുപറ്റാതെ ദൂതന്മാര് പറയുന്നത് യേശുവിന്റെ ശിഷ്യന്മാരെ എന്നല്ല, വിശ്വാസികളെ എന്നല്ല, ഗലീല പുരുഷന്മാരെ. കാരണം നിനക്കുള്ള ഏക സ്ട്രെങ്ത് നീ ഗലീലയിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. ഇന്ന് പകൽ മനസ്സിലാക്കണം, നമ്മൾക്ക് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നോ അതിനെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റുന്ന, നമ്മുടെ പരിമിതികളെ മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് കർത്തൃ ദിവസം ഈ മീറ്റിംഗിൽ ചലിക്കുന്നുണ്ട്. അഡ്രസ് മാറ്റാൻ ആരും നോക്കരുത്. ഞാനിവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഈ മനോഹരമായ ഓഡിറ്റോറിയം, മനോഹരമായ ലൈറ്റ്, മനോഹരമായ പൂക്കൾ, നല്ല മൈക്ക്, പ്രസംഗിച്ചു പോകും, അതുപോലുള്ള ഫീഡ്ബാക്കും മൈക്കുമല്ല ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ ചിന്തിക്കണം, അടുത്ത ആഴ്ച നമ്മളെല്ലാവരും സാധാരണ നമ്മുടെ ഹൗസുകളിലേക്ക്, നമ്മുടെ ഹോളിലേക്ക് പോകുക. അവിടെ ഈ വലിയ ലൈറ്റ് ഇല്ല, അവിടെ ഈ വലിയ ഈ പൂക്കളോ ഒന്നും അവിടെ ഇല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഓഡിറ്റോറിയം കണ്ടതുകൊണ്ടോ ഈ പൂക്കൾ കണ്ടതുകൊണ്ടോ ലൈറ്റ് കണ്ടതുകൊണ്ടോ ഒന്നും ഐഡന്റിറ്റി മാറ്റാൻ നോക്കരുത്. നമുക്കൊരു ഐഡന്റിറ്റി ദൈവം തന്നിട്ടുണ്ട്. ആ ഐഡന്റിറ്റിയിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുമ്പോൾ, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, ഭാഷയല്ല പിന്നെ അവിടെ കാര്യം, എവിടെ നിന്നു വന്നു എന്നുള്ളതല്ല പിന്നെ അവിടുത്തെ കാര്യം, എവിടെ പഠിച്ചു എന്നുള്ളതല്ല കാര്യം. ഒരുവന്റെ മേൽ അഭിഷേകം വന്ന് നിറഞ്ഞാൽ, ഒരുവന്റെ മേൽ ദൈവത്തിന്റെ കടാക്ഷം വന്ന് നിറഞ്ഞാൽ, അവനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ദൈവത്തിന്റെ വചനം അവന്റെ നാവിൽ കൊടുത്ത് അവനെ നിർത്തുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനുണ്ട്. ഗലീല പുരുഷന്മാരെ, അവര് ആ വാക്ക് കേട്ടപ്പോ ചിന്തിക്കായിരിക്കും, ഇപ്പോഴും മാറിയില്ലയോ? 3 വർഷം കൊണ്ട് ഇത് നടന്ന് ഇതുകൊണ്ട് ചുമ്മിക്കൊണ്ടിരിക്കും, ഇത് എവിടെ കൊണ്ടൊന്ന് താത്തു വെക്കണം. ഈ ഗലീല നസറേത്ത് കവർന്നോം ഇപ്പൊ ദൂതന്മാരുടെ വിളിക്കുകയാണ്, ഗലീല പുരുഷന്മാരെ. എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. 2:14 വാക്യം നോക്കാമോ? ചാപ്റ്റർ 2 വേഴ്സ് 14. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ പത്രോസ് 11 പേരോടും കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. അടുത്ത വാക്ക് എന്താ? അടുത്ത വാക്ക് കണ്ടവരെല്ലാം ഒന്ന് ഉറക്കെ പറഞ്ഞേ, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ. 22 വാക്യത്തിൽ പിന്നെയും പറയുന്നു, ഇസ്രായേൽ പുരുഷന്മാരെ. എന്താ ദൂതൻ വിളിച്ചത്? ഗലീല പുരുഷന്മാരെ. ഇപ്പൊ എന്താ ഇവിടെ വായിക്കുന്നത്? ഇസ്രായേൽ പുരുഷന്മാരെ. ഇതാണ് ഞാൻ പറയുന്ന സുവിശേഷത്തിന്റെ ശക്തി. നിന്റെ ഐഡന്റിറ്റി മാറ്റേണ്ട കാര്യമില്ല.
ഗലീല പുരുഷന്മാരെയും കൊണ്ട് ഇസ്രായേൽ പുരുഷന്മാരോട് ദൂത് പറയുന്ന ആ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി മലബാർ ഡിസ്ട്രിക്റ്റിലെ എല്ലാ സഭകളിലും കാണാൻ പോകുക എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി, ദൈവമേ, അത് എന്റെ കുടുംബത്തിൽ, എന്റെ സഭയിൽ, എന്റെ ലോക്കൽ ചർച്ചിൽ ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് വിളിക്കുന്ന ആ അഭിഷേകം അയക്കണമേ. ഇതെന്തൊരു വലിയ അത്ഭുതമാ. ഗലീല പുരുഷന്മാരെ എന്ന് ദൂതൻ വിളിച്ചു. പക്ഷെ ഇപ്പൊ ദൂത് പറയുന്നത് ഇസ്രായേൽ പുരുഷന്മാരെ, ഇവിടെ തെക്ക് കിടക്കുന്നവർ, യെരുശലേമായി അടുത്ത് നിൽക്കുന്നവർ. ഇങ്ങനെയാ ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തിയത്. ദേ ഡോണ്ട് ഹാവ് എനിത്തിങ്. ഗലീലക്കാർക്ക് ഒന്നും കയ്യിലില്ല. ദേ cannot speak. They don't have anything, but they are given the most precious gift a person can ever have. യേശുവിനെ അവരുടെ കയ്യിൽ കിട്ടി. ഗലീലക്കാരനാണെങ്കിലും നിന്റെ കയ്യിൽ യേശു ഉണ്ടെങ്കിൽ, നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, ഇസ്രായേൽ പുരുഷന്മാരോടുള്ള രക്ഷ വിളിച്ചു പറയുവാൻ ഒരു പുതിയ അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകരും. ആരും ചിന്തിക്കരുത് മാന്യത എന്ന് പറയുന്നത് അഡ്രസ് മാറുന്നതാണെന്ന് ആരും ചിന്തിക്കരുത്. ഇന്ന് അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മാന്യത എന്ന് പറഞ്ഞാൽ അഡ്രസ് മാറി, വീടിന്റെ ബെഡ്റൂം മാറി, അത് മാറി, ഇത് മാറി. ഇതൊന്നുമല്ല ഈ പുസ്തകത്തിന്റെ കാഴ്ചപ്പാടിലുള്ള മാന്യത. ഇവിടെ കാണുന്ന മാന്യത എന്താണെന്ന് ചോദിച്ചാൽ, മുക്കുവനായി നടന്ന പത്രോസ് പെന്തക്കോസ്ത് ദിവസം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് അവന്റെ അധരങ്ങളിലൂടെ പറഞ്ഞ അഭിഷേകമാണ്. അതാണ് മാന്യത. ഏറ്റവും വലിയ മാന്യത ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടേക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, എന്താ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള മാന്യത? അവർ 4 വരി ഇംഗ്ലീഷ് പറയുന്നു എന്നുള്ളതല്ല ഏറ്റവും വലിയ മാന്യത. അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ മാന്യത. നമ്മുടെ ചർച്ചുകൾ മാനിക്കപ്പെടുന്നത് അവിടെ ഇന്റർലോക്ക് ഇടുമ്പോഴല്ല, അവിടെ വുഡൻ പാനലിംഗ് ചെയ്യുമ്പോഴല്ല. കാശുള്ളവർക്കൊക്കെ അത് ചെയ്യാം. ഒരു ചർച്ച് മാനിക്കപ്പെടുന്നത് ദൈവ ശബ്ദമായി ആ ദേശത്തിൽ നിലകൊള്ളുമ്പോൾ, ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു കേന്ദ്രമായി അത് മാറുമ്പോൾ, രോഗസൗഖ്യം അവിടെ മടരുമ്പോൾ, വചനം പ്രസംഗിക്കപ്പെടുന്ന ഒരു സഭയായിട്ട് അത് മാറുമ്പോൾ, അതാണ് യഥാർത്ഥ മാന്യത. ശ്രദ്ധിക്കണം, സമയക്കുറവുണ്ട്, ശ്രദ്ധിക്കണം. ഗലീല പുരുഷന്റെ ഐഡന്റിറ്റി കൊണ്ട് നടക്കുക. അപ്പോഴേ പിശാച് പറഞ്ഞു ഇവനെ പിടിക്കാം. കാരണം ഇവന് വീക്ക് പോയിന്റ് ഉണ്ട്. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം. വീക്ക് പോയിന്റ് ഉണ്ട്, ബലഹീന വശമുണ്ട്. കാരണം ഇവന്റെ അഡ്രസ് എന്തുവാ? ഗലീല പുരുഷൻ. അപ്പൊ ഒന്നാമത് അങ്ങോട്ട് വെച്ച് നീട്ടി 3-ാമത്തെ അധ്യായത്തിൽ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോ എല്ലാരൂടെ വന്ന് ആരാധിക്കാൻ തുടങ്ങുക പത്രോസിനെയും യോഹന്നാനെയും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അപകർഷതാ ബോധം. ഗലീലക്കാരനായതുകൊണ്ട് കൊച്ചിലെ മുതലേ ആ അപകർഷതാ ബോധം അകത്തുണ്ട്. ആരെങ്കിലും ഒരു സ്തുതി പാടിയാൽ, ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു കാര്യം നമ്മളെ കുറിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അയ്യോ ഞാൻ ഇത്രയും വരാൻ, ഇങ്ങനൊക്കെ ചിന്തിച്ചു പോകും. അപ്പോഴാണ് ഇവിടെ രോഗസൗഖ്യം നടന്നു കഴിഞ്ഞപ്പോ പത്രോസിനെയൊക്കെ ആരാധിക്കാൻ വന്നപ്പോൾ പത്രോസ് പറയുകയാണ്, 3-ാമത്തെ അധ്യായം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 3-ാമത്തെ അധ്യായത്തിൽ അവിടെ ഇങ്ങനെയല്ലേ പറയുന്നത്, 12-ാമത്തെ വാക്യത്തിൽ. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഞങ്ങൾ ഗലീല പുരുഷന്മാരാ, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? ഇന്ന് നമ്മളെ ഉറ്റുനോക്കാൻ ആൾക്കാർ വരുമ്പോ, ഓ ഇത്രയൊക്കെ ചെയ്തല്ലേ സഭ, ഇത്രയൊക്കെ ചെയ്തല്ലേ, ആ സമയത്ത് പറയേണ്ടത് ഞാൻ ഇത്രത്തോളം വന്നു എന്നല്ല, എൻ്റെ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട്, എൻ്റെ ദൈവത്തിന്റെ കൃപ കൊണ്ട് എന്നെ ആരെയും ഉറ്റുനോക്കണ്ട. എൻ്റെ ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളെ ഉറക്കെ വിളിച്ചു പറയണമേ, എൻ്റെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപയാണ് ഇന്ന് മറ്റുള്ളവർ കാണുന്നത്.
കർത്താവദാസൻ പാസ്റ്റർ അത് ഓർപ്പിച്ചില്ലേ? മിഠായി തെരുവിൽ ലോട്ടറി വിറ്റ് നടന്ന ഒരാളെ ഇന്നിവിടെ സത്യസുവിശേഷത്തിന്റെ സാക്ഷ്യമാക്കി ഈ പുൾപിൽറ്റിൽ കയറ്റിയ ആ വലിയ അത്ഭുതത്തെ കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഉറ്റുനോക്കണ്ട, നമ്മൾക്കുള്ള സമ്പത്തിനെ ഉറ്റുനോക്കണ്ട. നമ്മളിൽ വ്യാപരിക്കുന്ന, ഗലീലക്കാരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ, അതിനെ അങ്ങോട്ട് അതിജീവിച്ചെന്ന് കഴിഞ്ഞപ്പോ 4-ാമത്തെ അധ്യായത്തിൽ, കാരണം വിദ്യാഭ്യാസവും ഇല്ല ഒന്നും ഇല്ലാത്തവരാ, അവരെ വരട്ടാൻ വേണ്ടി വന്ന് ഈ മാർഗത്തിൽ ഇനി സംസാരിച്ചു പോയല്ലെന്ന് പറഞ്ഞു. അപ്പോ ഈ ഗലീലക്കാരന്റെ ധൈര്യം നോക്കണമേ. നിങ്ങളെ അനുസരിക്കുന്നതാണോ വലുത്? മുകളിലെ ദൈവത്തെ അനുസരിക്കുന്നതാണോ വലുത്? മലബാർ ഡിസ്ട്രിക്റ്റിലുള്ള സഭകളെ ശ്രദ്ധിക്കണമേ. യാതൊരു വിധത്തിലും ഒരു കോംപ്രമൈസിന് നമ്മൾ തയ്യാറാകരുത്. ഒരു രാഷ്ട്രീയ പാർട്ടികളോടുമാകട്ടെ, ഒരു രീതിയിലുമാകട്ടെ, ഒരു സന്ധി സംഭാഷണത്തിലൂടെ നമ്മുടെ സഭകൾ വളരണ്ട. നമ്മുടെ സഭകൾ വളരേണ്ടത് അഭിഷേകത്തിലൂടെ, ദൈവവചനത്തിലൂടെ, വിശുദ്ധിയിലൂടെ, വേർപാടിലൂടെ സഭകൾ വളരട്ടെ. ഗലീല പുരുഷന്മാരെ കോംപ്രമൈസ് ചെയ്യരുത്. ഇത് രണ്ടിലും പിശാചിന് കിട്ടാഞ്ഞപ്പോ, കേക്കണം, ഒരു വലിയ നാടൻ ഭാഷയിൽ പറയുക, ഒരു പണച്ചാക്ക് സഭയിൽ വന്നു. ഗലീലക്കാരൻ പാസ്റ്ററാണ്, മീന്റെ മണമുള്ള ആളാണ്, ദിവസ വേതനത്തിന് മീൻ പിടിച്ച് ജീവിക്കുന്ന ആളാണ്. സഭയിൽ ഒരു വലിയ പണച്ചാക്ക്, പേര് അനന്യാസ്. അനന്യാസ് എന്ന പേരിന്റെ അർത്ഥം ഗോഡ് ഈസ് ഗ്രേഷ്യസ്. വൈഫിന്റെ പേര് സഫീറ, പേരിന്റെ അർത്ഥം ബ്യൂട്ടിഫുൾ. ഇങ്ങനൊരു ഫാമിലി ചർച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സഭയുടെയും വചന ശുശ്രൂഷയും പ്രവചന ശബ്ദവും അതോടെ തീർന്നു. അനന്യാസും സഫീറയും വന്ന് അവിടെ 5-1-2 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, അവർക്കുള്ള നിലങ്ങളിലെ ഒരെണ്ണം അവർ വിട്ടത്. സൂപ്പർ റിച്ച് ആൾക്കാരവര്. അവര് ചർച്ചിൽ വന്നിരിക്കുമ്പോ അവര് കൊണ്ടുവന്ന് ഈ ഗലീലക്കാരന്റെ കാൽക്കൽ വെച്ചു. ഗലീല പുരുഷ, ഗലീലക്കാരൻ എന്താണെന്നറിയാമോ നോക്കി പറഞ്ഞത്? അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൽ വിറ്റതിൽ കുറെ എടുത്തു വെക്കാനും പിശാച് സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എങ്ങനെ? ഇതെങ്ങനെ സംഭവിച്ചു? എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരെ, എന്നെ കേൾക്കുന്ന വിശ്വാസി സമൂഹമേ, എങ്ങനെയെങ്കിലും സഭയെ വളർത്തിക്കൊണ്ടു പോകുന്നതല്ല ദൈവസഭയുടെ ലക്ഷണം. അനന്യാസേ എന്ന് വിളിക്കേണ്ടവരെ ആത്മനിറവിൽ അനന്യാസേ എന്ന് വിളിക്കുന്ന, അവരെ വിവേചിക്കുന്ന ദൈവ ശബ്ദം നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. Oh, glory to God. ഗലീല പുരുഷന്മാരെ അതിജീവിക്കുക. അവർക്ക് അപകർഷതാ ബോധമുണ്ട്, പക്ഷേ ആത്മനിറവിൽ 1, 2, 3 ഇതിനെല്ലാം നിറഞ്ഞവർ മുമ്പോട്ട് പോകുക. സമയം കഴിഞ്ഞു. ഈ ഗലീല പുരുഷന്മാർ ഇങ്ങനെ അങ്ങോട്ട് പോവാ. ഇവർക്ക് എന്തുവാ യേശു കൊടുത്ത വാഗ്ദത്തം? ദൂതന്മാർ പറഞ്ഞ വാഗ്ദത്തം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്നുള്ളവരാണെ പറയും, ബൈബിൾ സ്കൂളിൽ വരുമ്പോഴേ പറയും, ഗലീല പുരുഷന്മാരെ വിശ്വസ്തരായി നിൽക്കണം. ഒത്തിരി ടെംപ്റ്റേഷനൊക്കെ വരും, പക്ഷേ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നാളെ എന്തോ ആവും എന്നുള്ളത് പൂരിപ്പിക്കണം. ചിലപ്പോൾ ഒരു വലിയ സഭയാകട്ടെ, അല്ലെങ്കിൽ വാഹനത്തിന്റെ കാര്യമാകട്ടെ, അല്ലെ നീ ചിന്തിക്കുന്നതിനെക്കാട്ടിൽ വലിയ ഒരു സ്ഥാനമാകട്ടെ. ഈ ദൂതന്മാര് ഗലീല പുരുഷന്മാരെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുവാന്നറിയോ? ആ വാക്ക് ശ്രദ്ധിച്ചേ. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത, അടുത്ത വാക്കാ. ഒരു വാക്ക് അവിടെ എക്സ്ട്രാ ഉണ്ട്. ഏത് വാക്കാന്നറിയോ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. എന്താ ഈ യേശു? ഈ യേശു എന്ന് പറഞ്ഞാൽ 3 വർഷം നിന്റെ കൂടെ നടന്നില്ലേ, നിന്നെ നല്ലവണ്ണം അറിയാവുന്ന ഒരു യേശു ഇല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ പാട്ട് പാടുമ്പോ പറയുന്നത്, എൻ്റെ ആത്മമണവാള, എൻ്റെ പ്രേമകാന്ത, എൻ്റെ പ്രാണപ്രിയ. നമ്മൾ പാടാറില്ലേ, എൻ്റെ പ്രാണപ്രിയ, എൻ്റെ ആത്മമണാള. പത്രോസേ, ഗലീലക്കാരെ, നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യാൻ ഒറ്റ
ഒറ്റ കാര്യമേ ഉള്ളൂ. സ്വർഗത്തിൽ നിന്ന് പറയുന്നത്, ഈ യേശുവിനെ മുകളിലോട്ട് പോകുന്നവരായി നിങ്ങൾ കാണുന്നത് പോലെ അവൻ മടങ്ങി വരും. ആത്മമണവാളനായ ക്രിസ്തു മടങ്ങി വരും. നമ്മുടെ പ്രാണപ്രിയൻ മടങ്ങി വരും. ഈ ലോകത്തിൽ സ്ഥാനം കിട്ടിയാലും ഇല്ലെങ്കിലും, വീട് വെച്ചാലും ഇല്ലെങ്കിലും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആസന്നമായ ഈ ദിവസങ്ങളിൽ ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം, കർത്താവ് തൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ വിശുദ്ധിയിൽ ജീവിച്ചവരെ ചേർപ്പാനായി യേശു മടങ്ങി വരുന്നു. യാക്കോബൊക്കെ മാർട്ടിയേഴ്സായി മാറുമ്പോൾ, ഗലീലക്കാരെ എല്ലാം കൂടെ ദൈവം മാനിച്ചത് യെരുശലേമിൽ കൊണ്ടുവന്ന് കൊട്ടാരം കൊടുത്തല്ല. ഈ ഗലീലക്കാരെയെല്ലാം ദൈവം മാനിച്ചത് യെരുശലേം ദേവാലയത്തിലെ പുരോഹിതന്മാരാക്കിയല്ല. അവർ ഗലീലക്കാരായി തന്നെ തുടർന്നു. അവർ റിജക്റ്റഡ് ആയി തന്നെ തുടർന്നു. അവരിൽ ഈ 11 പേരിൽ ഒരാൾ ഒഴികെ എല്ലാവരും മാർട്ടിയേഴ്സായി മാറി. അവരുടെ മുമ്പിൽ ഒരു ചിത്രമേ ഉള്ളൂ, ഞങ്ങൾ ഗലീലക്കാരാ, പക്ഷെ ഞങ്ങളിൽ വ്യാപരിച്ച ദൈവശക്തിയാ. ഇനി ഞങ്ങൾ നോക്കുന്നത് ഞങ്ങളുടെ പ്രാണപ്രിയൻ ആ യേശു മടങ്ങി വരും. എല്ലാവരും കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആത്മമണവാളനായ യേശുവിനെ കാണുവാനായി, ആത്മമണവാളനായ യേശുവിനോട് ചേരുവാനായി കർത്താവേ എന്നെ ഒരുക്കണമേ എന്ന് അധരങ്ങളെ തുറന്നത് പ്രാർത്ഥിക്കാമോ? വിശുദ്ധിയിൽ ഞാൻ വർദ്ധിച്ചു വരുവാൻ, ദൈവവചനത്തിൽ ഞാൻ വർദ്ധിച്ചു വരുവാൻ, ടെംപ്റ്റേഷനെ അതിജീവിക്കുവാൻ, എൻ്റെ ഐഡന്റിറ്റി മാറ്റുവാനല്ല, എൻ്റെ ഐഡന്റിറ്റിയിലൂടെ ദൈവകൃപ വ്യാപരിച്ച് കാണുവാൻ, അത് നിമിത്തം ദൈവരാജ്യത്തിനൊരു അനുഗ്രഹമായി മാറുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളേവരെയും സമൃദ്ധിയായിട്ട് ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തിന്